Malaikote Valivan is the first surreal film that the Malayalam industry has seen in recent times. And grandeur in all means. From cast and crew to food, all things small to big, the word grandeur echoed. Just like the film, the food menu for the artist was a matter of the moment. From tailor-made menu for Mohanlal with Kerala style to continental style for the Pukran artist, Jubi Verghese, the CEO of Fine Dine Caterers Kottayam, with his team made the delicious platter full with plenty of. Let's hear from him how the grand cooking happened in the Rajasthan desert for 500 crew members for over 100 days. മലൈക്കോട്ടെ വാലിബൻ മൂവി അസോസിയേഷൻ എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ ഈ പടത്തിലേക്ക് വരുന്നത് ഇതിന്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സെഞ്ചുറി ഫിലിംസ്, സെഞ്ചുറി കൊച്ചുവൺ സാറിലൂടെയാണ് ഞാൻ ഈ മലൈക്കോട്ടെ വാലിബൻ പടത്തിലേക്ക് ഈ ചെയ്യാനായിട്ട് വരുന്നത്. അദ്ദേഹവുമായിട്ട് എനിക്കൊരു 4-5 വർഷത്തെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ചീന ട്രോഫി എന്നൊരു പടം ചെയ്ത് അതിനകത്തൊരു ലൈവ് കിച്ചണൊക്കെ ചെയ്തായിരുന്നു. അത് അന്ന് ഒരു ഓൺലൈനിലൂടെ വാർത്തയൊക്കെ ആയിട്ട് വന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും അതിന് ശേഷമായിരിക്കും അദ്ദേഹം നമ്മളെ ക്ഷണിക്കുകയും ചെയ്തത്. അപ്പം അദ്ദേഹം ഈ വർക്കിന് വേണ്ടി നമ്മളെ വിളിക്കുമ്പം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ആണെന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു സങ്കല്പവും ഇല്ലായിരുന്നു. ഇത്രയും ദൂരമായിരിക്കും, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നെ ഇത് ഏൽപ്പിക്കാനായിട്ട്. അതാണ് എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. കൊച്ചുവൺ സാറിന്റെ വ്യക്തി ഇത്രയും വലിയൊരു കളത്തിലേക്ക് എന്നെ വിളിച്ചു തരാൻ മാത്രമുള്ള ഒരു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പടം ചെയ്യുന്നതിന്. അദ്ദേഹം 120 സിനിമ ചെയ്തൊരു വലിയൊരാളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളെ എന്നെ ഒരു ഫസ്റ്റ് ടൈം ഇത്രയും വലിയ പ്രൊജക്റ്റിലേക്ക് എടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ദൈവകൃപയാണ്. എനിക്കത് മറക്കാൻ പറ്റാത്തത്. കൊച്ചുവൺ സാറിനോട് ചെയ്ത ഒരു വലിയൊരു സംഭവമാണ് ഞാൻ നമ്മുടെ ഇത്രയും വലിയ പ്രൊജക്റ്റിലേക്ക് എത്തിച്ചത്. പിന്നെ അതുപോലെ ഏറെക്കുറെ 2700 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ജയ്സാൽമീർ എന്ന സ്ഥലത്തേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു 10-500 പേരോളം നമുക്കുണ്ട്. അതിനകത്ത് സൗത്ത് ഇന്ത്യൻ ഫുഡ് വേണം, നോർത്ത് ഇന്ത്യൻ ഫുഡ് വേണം. ഏകദേശം ഒരു മാസക്കാലത്തോളം അവിടെ 100 ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ ഒറ്റ കിച്ചണിൽ നിന്ന് നമ്മൾക്ക് കൊടുക്കാൻ സാധിച്ചു എന്നതാണ്. ഒരു 10-25-30 പേരോളം ഉണ്ട് അതിന്റെ കിച്ചൺ സ്റ്റാഫ്. നമ്മുടെ കിച്ചൺ എക്യുപ്മെന്റ്സും എല്ലാം ആയിട്ട് ഇവിടുന്ന് ബൈ റോഡ് അവിടെ എത്തിച്ച് സ്റ്റാഫ് ട്രെയിനിലും അവിടെ എത്തിച്ചേരുകയായിരുന്നു. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊന്നും ജയ്സാൽമീർക്ക് എത്താൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ അരി, എണ്ണകള്, മസാലകള് ഇതൊന്നും അവിടെ എത്തത്തില്ല. അത് ഇവിടുന്ന് കുറച്ച് സ്റ്റോക്കുമായിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നെങ്കിലും ഏറെക്കുറെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റോക്കിന്റെ ഇത് പടയെന്ന് കുറയാൻ തുടങ്ങി. ഇത്ര ആൾക്കാരുണ്ട്. പിന്നെ കോട്ടയത്തിൽ നിന്ന് ഈ ജയ്സാൽമീറിലെ ഇത്ര സാധനം ഇല്ല കേരളത്തിൽ നിന്ന് എത്തിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. ജോധ്പൂർ വരെ ട്രെയിൻ ഉള്ളൂ. ജോധ്പൂരിൽ നിന്ന് പിന്നെ 285 കിലോമീറ്റർ ഉണ്ട് ജയ്സാൽമീർ. അതൊക്കെ ഒരു വല്ലാത്ത റിസ്ക് പിടിച്ച ജോലികളായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഡൽഹിയിൽ എത്തുന്നത്. എൻ്റെ ഞങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങളുമായിട്ട് സംസാരിച്ചോടെ മാർക്കറ്റിലെ ഒരു കരുനാഗപ്പള്ളി ഒരു മിസ്റ്റർ മുരളി, അദ്ദേഹം ഒരു ഹോൾസെയിൽ ഡീലറാണ് ഡൽഹിയിൽ. എനിക്കും അത് തന്നെയായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത്. അതായത് 500-ൽ പരം ക്രൂ മെമ്പേഴ്സ് ഉള്ള ഒരു മൂവി 120 ദിവസത്തിന് മേലെ നമുക്ക് കുക്ക് ചെയ്യേണ്ടി വരിക. അതും സദ്യ മുതൽ ഒരു ഇംഗ്ലീഷ് സ്റ്റൈല് വരെ സ്പെഷ്യൽ മെനു തന്നെ വേണ്ടിയിരുന്നു മോഹൻലാൽ സാറിന്. അപ്പോ ഇതൊക്കെ എല്ലാ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചലഞ്ചിങ് തന്നെ അല്ലായിരുന്നോ? തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് അതിന് അത്ര ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ദെൻ സ്റ്റിൽ അതെങ്ങനെയാണ് അത് വെൽക്കം ചെയ്യാൻ ചലഞ്ചിനെ എന്ന് എവിടെ നിന്നാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയത്? അത് അത്രയും നടന്നത് തികച്ചൊരു ദൈവകൃപയാണ്. എന്റെ കഴിവിലോ എന്റെ സ്റ്റാഫിന്റെ കഴിവിലാണ് നടക്കത്തില്ല. ദൈവാനുഗ്രഹവും അതുപോലെ ഉണ്ട്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രമേൽ നമ്മൾ ഇപ്പൊ പോലും ചിന്തിക്കുമ്പോഴാണ്. കാരണം 100 കിലോമീറ്റർ പോയ പാകിസ്ഥാനാണ്, മരുഭൂമി, അവിടെ ഒന്നുമില്ല. കിച്ചൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 50, 60, 70 കിലോമീറ്റർ ലൊക്കേഷൻ. ഇത്രയും ദൂരം നമ്മൾ ഫുഡ് അവിടെ എത്തണം. അതിനകത്ത് ഈ മരുഭൂമിക്കകത്ത് ചിലപ്പോൾ റൂട്ട് മാറിപ്പോകാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെ, വൺ ഡേ കിച്ചൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ സ്റ്റോപ്പ് ആക്കാൻ പറ്റത്തില്ല. ഷൂട്ടിങ് ചിലപ്പോൾ ഇടയ്ക്ക് 2-3 ദിവസം ബ്രേക്ക് വരും. പക്ഷെ ഫുഡ് നമുക്ക് ബ്രേക്ക് ആക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇടയ്ക്ക് നമുക്ക് ഒന്ന് നിർത്തിയിടാൻ യാതൊരു നിർഭയമില്ല. നമ്മുടെ കിച്ചൺ അവിടെ എന്ന് സ്റ്റാർട്ട് ചെയ്തോ പായ്ക്കപ്പ് പറയുന്ന അന്ന് വൈകിട്ട് വരെ നമുക്ക് ഫുഡ് കൊടുക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതത്ര നിസ്സാരമല്ല. ഡൽഹിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യമായിട്ട് ഒരു ട്രക്കിൽ അവിടെ സാധനങ്ങൾ എത്തിക്കുകയായിരുന്നു. 3 ടൈം എത്തിക്കേണ്ടത്. ഒരു 10-12 ടൺ സാധനം നമ്മൾ ഡൽഹിയിൽ നിന്ന് ഈ ഭാഗത്ത് ഈ 900 കിലോമീറ്റർ ആണ് ഡൽഹി ടു ജയ്സാൽമീർ. തന്നെയാണ് ഞാൻ അടുത്തും ചോദിക്കാൻ വന്നത്. ഫ്രം കോട്ടയം
ടു രാജസ്ഥാൻ ബൈ റോഡ് എക്യുപ്മെന്റ്സ് എല്ലാം കൊണ്ടുപോവുക. അതിനൊക്കെ എങ്ങനെയാണ് ഇപ്പൊ നോക്കുമ്പോ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴാണ് നമ്മൾ അതിന്റെ അന്നതങ്ങ് നടന്നുപോയി. പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഇത്രയും സംഗതി അവിടെ ചെന്നു ഒരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ കോട്ടയം രീതിയിലുള്ള സാധാരണ ഫുഡാണ് കൊടുക്കുന്നത്, നോർമൽ രീതിയിലുള്ള ഫുഡുകളാണ് കൊടുക്കുന്നത്. അല്ലാതെ വലിയ ഹൈഫൈ ഫുഡൊന്നും അല്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഈ 4 നേരം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ അവസാനം ഡൽഹിയിൽ നിന്ന് വന്ന അവിടെ മീൻ കിട്ടത്തില്ല, അത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ മലയാളിയെ സംബന്ധിച്ച് ശകലം മീനിന്റെ ചാർജില്ലെങ്കിൽ ചോറിന്റെ വലിയ പാടാണ്. ജയ്സാൽമീൻ മീൻ കിട്ടത്തില്ല. ബീഫ് എന്ന് പറയുന്ന സംഭവം ജയ്സാൽമീർ രാജസ്ഥാനിൽ എങ്ങും നമുക്കില്ല. പിന്നെ അവിടെ കിട്ടുന്ന അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ചിക്കനാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ മട്ടൺ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു സംഗതിയല്ലല്ലോ. പക്ഷെ ഡൽഹിയിൽ നിന്ന് നമ്മൾ 2-3 പ്രാവശ്യം ഫിഷ് വരുത്തി, പച്ചക്കപ്പ് വരുത്തി. അങ്ങനെ ഇവർക്ക് ഈ യൂണിറ്റിന് ഇത്രയും പേർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഭക്ഷണ കാര്യത്തിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. അത് വിശ്വാസം അതാണ്. ആർക്കും ഒരു കംപ്ലൈന്റ്, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളും ഇത്ര ആർട്ടിസ്റ്റുകളാണ്. അത്ര ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന നിസ്സാര സംഗതി, അത് ഒരു ദൈവകൃപയാണ്. ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്രയും പേര്, എത്ര പേരുണ്ട്? ലാൽ സാറുണ്ട്, ലിജോ സാറുണ്ട്, പ്രൊഡ്യൂസറുണ്ട്, മധു സാറ്, ഗായകർ, അങ്ങനെ എല്ലാ ആൾക്കാരും അതെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ ഇത്രയും വലിയൊരു യൂണിറ്റിനെ ഇത്രയും ദിവസം ഭക്ഷണം കൊടുത്ത് അതൊരു ദൈവാനുഗ്രഹമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങളിൽ യാതൊരു പിടുത്തവുമില്ല ഈ മരുഭൂമിയുടെ നടുവിൽ. അതുപോലെ തന്നെ പറയുമ്പോ ഭയങ്കര ഒരു ഫ്രം കേരള സ്റ്റൈൽ ടു ഇംഗ്ലീഷ് സ്റ്റൈൽ എല്ലാ തരവും പ്ലാറ്ററിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന വിഭവങ്ങൾ? എന്തൊക്കെയായിരുന്നു മെനുവിൽ? കിച്ചൺ തന്നെ 2-3 സെക്ഷനായിരുന്നു. ഒന്ന് നോർമൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് അടിക്കാൻ, ലാൽ സാറിനും അതുപോലത്തെ ലിജോ സാറിനും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച്, ഇതെല്ലാം നാടൻ രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ്. അല്ലാതെ ഒന്നുമല്ല കൂടുതലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. നോർമൽ രീതിയിലുള്ള മനുഷ്യന്റെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡും ഫോറിനേഴ്സും. അപ്പൊ 2-3 സെക്ഷൻ കിച്ചൺ വർക്ക് ചെയ്തു ഒറ്റ കിച്ചണിൽ തന്നെ. 6 മണി എന്ന് പറഞ്ഞ സമയത്തോടെ ഇത്രയും പേരുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 6 മണിക്ക് റെഡി ആയിരിക്കണം. ചിലപ്പോൾ കറണ്ട് കാണത്തില്ല, വെള്ളം കാണത്തില്ല, ഒരുപാട് പ്രോബ്ലം. ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര തണുപ്പാണ്, പിന്നെ പൊടിക്കാറ്റ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. എല്ലാവരും ഒരുപാട് വർക്ക് ചെയ്തൊരു പടമാണ്. ക്ലൈമറ്റ് വലിയൊരു ഫാക്ടർ അല്ലേ? കാരണം നമ്മളൊരു തീർച്ചയായിട്ടും ക്ലൈമറ്റ് കൺസ്ട്രെയിൻസ് വരുമായിരുന്നു. അതെ, ക്ലൈമറ്റ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവരും ലാൽ സാറിനൊക്കെ ഫസ്റ്റ് ഷോട്ട് അടിക്കുന്നത് ലാൽ സാർ എടുക്കുന്നത് ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അന്ന് ഷോട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പൊടിക്കാറ്റ് അടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഇംഗ്ലീഷ് സ്റ്റൈലായിട്ട് സാറിന് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റി ശരിക്കും? അവർക്ക് എല്ലാവരും കോണ്ടി രീതിയിലുള്ള ഫുഡാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം. മിസ്റ്റർ സക്കറിയ എന്ന് പറഞ്ഞ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. അദ്ദേഹം ഒരു 30 വർഷക്കാലം ദുബൈ ഹിൽട്ടണിൽ വർക്ക് ചെയ്ത അദ്ദേഹമായിരുന്നു ലാൽ സാറിന്റെ ഫുഡിന്റെയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റും ആണ്. ലാൽ സാറിന്റെ ഫുഡും ഈ ഫോറിനേഴ്സിന്റെ ഫുഡും എല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോപ്പർ കേരള സദ്യ, പിന്നെ നോൺ വെജ് നമ്മൾ ഡെയിലി ആഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ 18 ഐറ്റവും നമുക്കില്ല. നോർമൽ നമ്മുടെ മീൽസ്, സാധാരണ ഒരു വെയിറ്റ് മീൽസ്, അതിലൂടെ ചിക്കൻ ആയിരിക്കും കൂടുതൽ പോകുന്നത്. വൈകിട്ട് കഞ്ഞി ആയിരിക്കും, ചപ്പാത്തി കാണും, അതിൻ്റെ കൂടെ ചട്നി കാണും, പിന്നെ പയറ്, മാങ്ങ അച്ചാർ, ഇങ്ങനത്തെയാണ് വൈകിട്ടത്തെ. ചപ്പാത്തി, ചിക്കന്, കഞ്ഞി, അങ്ങനെ വൈകിട്ടത്തെ. ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പം കാണും, നമുക്ക് ദോശ കാണും, ഇഡ്ഡലി കാണും, പാലപ്പം കാണും, പുട്ട്, ഇടിയപ്പം, ഉപ്പുമാവ്, പൊങ്കല്, പൂരി, ഇങ്ങനെ ഉള്ള ഐറ്റംസാണ് നമ്മൾ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ. കൂടുതലും തമിഴ്നാട് എന്നുള്ള ഒരു ടീമാണ്, വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. ഒരു മിസ്റ്റർ സ്വാമി എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്തോ തമിഴ്നാട് ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ ഭയങ്കര ഫേമസ് ആണല്ലോ, എല്ലാവരും ഫേമസ് ആണ്. അപ്പൊ നമ്മുടെ ടീമിനകത്ത് അവരൊരു 6-7 പേര് അവരുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ തന്നെ യൂണിറ്റ് ഹാപ്പിയായി. വർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കുഴപ്പമാവും. അപ്പൊ ആ ഒരു കാര്യത്തിൽ കറക്റ്റാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ സ്വാമി എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിന്റെ കൂടെ 4-5 പേരുണ്ട്. അവരായിരുന്നു കറക്റ്റ് 6 മണിക്ക് പുട്ടാണ് 500 പുട്ട്, പാലപ്പാണ് 2000 പാലപ്പം, 2000 ഇടിയപ്പം. ഇതിനൊക്കെ കണക്കിൽ വേണം രാവിലെ ഉണ്ടാകും. ചിലപ്പോൾ കറണ്ട് കാണത്തില്ല, ചിലപ്പം വെള്ളം കാണത്തില്ല. പക്ഷെ അവരൊക്കെ രാത്രി 1 മണി 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അതെല്ലാം നല്ല മനോഹരമായ രീതിയിൽ ചെയ്ത് ഒത്തിരി പേരുടെ ഒരു വലിയ ഇതിനകത്ത് എനിക്ക് ഒരു പങ്കും ഇല്ല, നമ്മളിങ്ങനെ നിൽക്കുന്നുള്ളതേ ഉള്ളൂ. കാരണം കൂടെ നിൽക്കുന്ന ടീം അത്ര സ്ട്രോങ് ആയിരുന്നു, അത്ര ടീം വർക്കായിരുന്നു അവിടെ ചെയ്തത്. എന്റെ കൂടെ നിന്ന ആൾക്കാർ എല്ലാവരും എടുത്തു പറയത്തക്ക ആൾക്കാർ.
മോഹൻലാൽ സാറിന്റെ ഫിറ്റ്നസ് ആയിരുന്നു. ഫിറ്റ്നസ് അനുസരിച്ചിട്ടല്ലേ വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സാറിന്റെ ഡയറ്റ് പ്ലാൻ ഒന്നും മാറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ പല ദിവസങ്ങളും. അതുകൊണ്ട് ഇല്ലില്ല സാറിന്റെയും എങ്ങനെയായിരുന്നു ആ ഒരു മെനു? എങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് ഉണ്ടാക്കിയെല്ലാം കൊടുത്തിരുന്നത്? എന്തൊക്കെയായിരുന്നു മെനു ഉണ്ടായിരുന്നത്? സാറിന്റെ മെനു വെച്ചാൽ ആദ്യം 1-2 ദിവസം നമുക്കത് കറക്റ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയൊക്കെയായിരുന്നു അറിയാൻ പറ്റാതെ പോയി. പറ്റും. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ ട്രെയിനറുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അവരോട് നമ്മൾ ഇൻഫോം ചെയ്യുന്ന അനുസരിച്ച് അദ്ദേഹത്തിനുള്ള ഫുഡ് നമ്മൾ കറക്റ്റ് റെഡിയാക്കി ഇന്ന് 3 നേരം അവിടെ എത്തിച്ചു കൊടുക്കും. അവരൊന്ന് എടുത്തു നമ്മൾ റെഡിയാക്കി കൊടുക്കും. കാരണം അദ്ദേഹം അതുപോലെ ഈ പടത്തിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ 5 മണി തുടങ്ങിയ 10 മണി വരെ അദ്ദേഹം ചെയ്യുമായിരുന്നു. അദ്ദേഹം മോഹൻലാൽ സാറും വളരെ ഫോക്കസ്ഡ് ആയിരുന്നു ഈ മൂവിക്ക് വേണ്ടിയിട്ട്. നേരത്തെ തന്നെ എല്ലാവരും അതെ, സെറ്റിൽ വളരെ 2 ദിവസം മുന്നേ തന്നെ സെറ്റിൽ എത്തുക, കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുവന്ന് അന്ന് ഇത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ പടത്തിൽ പോലും തന്നെ ഇതിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ സാർ നിന്നിരുന്നു എന്ന് ഞാൻ ഒരുപാട് അടുത്ത് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അത്രയും തന്നെ നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്ന് ഫുഡ് കറക്റ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി നമ്മളെ ഹാപ്പി ആക്കുന്ന, നമ്മുടെ ഇമോഷൻസിനെ സെറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് ഫുഡൊക്കെ. അപ്പോ ഒരു പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ അതൊരു ചലഞ്ചിങ് ആയിരുന്നല്ലോ അല്ലെ സാറിന്റെ ഹെൽത്ത് പ്ലാനും ഡയറ്റ് പ്ലാനും ഒക്കെ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം രാവിലെ 5 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. അത്രമേൽ നമ്മൾ കെയർ ചെയ്ത് രാവിലെ 5 മണിക്കൂർ രാവിലെ ഉണ്ട്. ഈ പടത്തിന് വേണ്ടി അത്രമേൽ അദ്ദേഹം സാർ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമുക്കത് കാണുകയും ചെയ്യാം തിയേറ്റേഴ്സിൽ. ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു സച്ച് എ ഗ്രാൻഡ് ഫിലിം, ഭയങ്കര ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംതിങ് അമേസിങ് അങ്ങനെയൊക്കെ. ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നുള്ള കാര്യം എനിക്ക് ഏറെക്കുറെ മനസ്സിലായത്. മധുസാർ ഛായാഗ്രഹം, മധുസാർ ഒരു ദിവസം എന്നെ വിളിച്ചു, ജൂബി അല്ലാതെ അദ്ദേഹം ഫുഡ് കാര്യത്തിൽ ഹാപ്പിയാണ്. അതെനിക്ക് ക്യാമറയ്ക്കകത്ത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അത് കേട്ടൊരു നിമിഷം നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ക്യാമറയ്ക്കകത്ത് ലാൽ സാറിന്റെ ഫേസ് കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹം ഹാപ്പിയാണ്, കാരണം എല്ലാ കാര്യത്തിലും കംഫോർട്ടാണ് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു സംഗതിയാണ്. അപ്പൊ ഇത് അങ്ങനെ ഒരു വലിയൊരു അസോസിയേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അസോസിയേഷൻ അടുത്തായിട്ട് വന്നിട്ടുണ്ടോ? അടുത്ത ഇനി പ്രോജക്ട് എന്തെങ്കിലും? ഞാൻ ഓൾറെഡി ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്. രാഗം മൂവീസിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്. ടോവിനോയും തൃഷയുള്ള പടം, ഐഡന്റിറ്റി. ഐഡന്റിറ്റി ഇപ്പൊ റീസെന്റ് അതിന്റെ ഇത് കണ്ടിരുന്നു നമ്മള്, ടോവിനോ തോമസ് കണ്ടിരുന്നു. അതിപ്പോ ഓൾറെഡി ഇപ്പൊ ഒരു 10 ദിവസം ബ്രേക്ക് ആണ്. അത് 40 ദിവസം ഷൂട്ട് കഴിഞ്ഞു. കേരളത്തിൽ തന്നെയാണോ? ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. അതിപ്പോ കേരളത്തിലാണ്. ഇനിയിപ്പോ ഒരു 10-20 ദിവസം ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. അതിനുശേഷം വീണ്ടും 1 മാസം കൂടെ എറണാകുളത്തുണ്ട്. അങ്ങനെ അല്ല, വലിയൊരു പറയുന്ന പോലത്തെ മെനുവും ഗ്രാൻഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും പോകുന്നത്, അതോ അത്രയും ഇല്ലേ മലയക്കോട്ടെ വാലിബൻ പോലെ? ഇല്ല, നോർമൽ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സാധാ ഇതുപോലെ. നൈസ് കാച്ചിങ് അപ്പ് വിത്ത് യു സർ. ഒരുപാട് സന്തോഷം സാറിന് ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ ഇതുപോലെ ഒരു കുറച്ച് നേരം നമുക്കും തന്നതിൽ. സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.